ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഓണം ലുക്കാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പോൺസിൻ്റെ ഒരു വൈറ്റ് ബ്യൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫെയർ ആൻഡ് ലവ്ലി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ സിമ്പിൾ മേക്കപ്പ് ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 90Cയുടെ ഒരു ഫൗണ്ടേഷനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഞാൻ ഡാർക്ക് സ്പോട്ടുള്ള സ്ഥലത്തൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് ഓർത്തിരുന്നതാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത് കോമ്പാക്റ്റ് ഇട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഞാൻ ഡാസ്ലാൻ്റെ ഒരു കോമ്പാക്റ്റ് പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ പിരികം ഒക്കെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ത്രെഡ് ചെയ്തതിന് ശേഷം ചെയ്യണം കേട്ടോ. അതാണ് ഇച്ചിരി പെർഫെക്റ്റ്ലി ഇരിക്കുക. അപ്പോൾ ഞാൻ ഇത് വീഡിയോ എടുത്തത് കുറേ ദിവസം മുമ്പാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകണമെങ്കിൽ 2 ദിവസം മുമ്പാണ് കേട്ടോ ത്രെഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പിരികം ത്രെഡ് ചെയ്തത് എന്നാണോ ആ ഒരു രീതി തന്നെ നമ്മൾ 2-3 ദിവസം കഴിഞ്ഞാലും ഇരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഐബ്രോ പെൻസിൽ കണ്ടില്ല കേട്ടോ. അതുകൊണ്ട് ഈ മൂസ് എടുത്ത് കളഞ്ഞു എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ കാജൽ വെച്ച് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, നല്ലതായിരുന്നു. അതിനുശേഷം ഞാനൊന്ന് ഇച്ചിരി നീട്ടി കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. കാജലാകുമ്പോൾ നല്ല ഡാർക്ക് കളറായിട്ടിരിക്കും കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ബ്ലൂ ഹാവൻ്റെ തന്നെ ഐലൈനർ എടുക്കുന്നുണ്ട്. ഇത് വാട്ടർ പ്രൂഫാണ്. നമ്മളെപ്പോഴും നമ്മളിങ്ങനത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ലുക്ക് വരുമ്പോഴേക്കും ഇത്തിരി കട്ടിയിൽ എഴുതി കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്നാലും നമ്മുടെ കണ്ണിനൊക്കെ ഒരു ഭംഗി വരിക. അതുകൊണ്ട് ഞാൻ അങ്ങനെയാട്ടോ ചെയ്യുന്നത്. താഴെ ഒരു ചെറിയൊരു എന്താ പറയുക വാലിട്ട് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ സൂപ്പർമാറ്റിൻ്റെ ഒരു ലിപ് ലൈനർ കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു ലിപ് ക്രയോണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഡാർക്ക് കളറിലൊരു എന്താ പറയുക നമ്മുടെ പിങ്ക് കളറാണ് കേട്ടോ. ഇത് നമ്മൾ നല്ലൊരു ഷെയ്ഡ് തന്നെയാണ്. ഇത് മിൽപ്പയുടെ ഒരു കമ്പനിയുടെയാണ് കേട്ടോ. അത്യാവശ്യം നല്ലതായിരുന്നു. കുറേ മണിക്കൂറോളം നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വെള്ളമൊന്നും കൊണ്ടിട്ടൊന്നും അത് സ്പ്രെഡായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു പൊട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കേട്ടോ. അത് ഞാനൊരു ബ്ലാക്ക് തൊട്ട് നോക്കി, അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു സ്റ്റോൺ ഇരിപ്പുണ്ടല്ലോ, അതും ഒന്ന് തൊട്ട് നോക്കാമെന്ന് കരുതി. അതും എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. അത് ഞാൻ ബ്ലാക്ക് തന്നെ തൊട്ടു. ഫൈനലി ഞാൻ പിന്നെ മാല ഓർണമെൻറ്റ്സ് ഇടാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മുല്ലമുട്ടിൻ്റെ ഒരു മാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മേളിൽ നമ്മുടെ നെക്കിലേക്ക് ചേർന്ന് കിടക്കുന്ന രീതിയിൽ ഒരു ലോട്ടസിൻ്റെ ഒരു സെറ്റ് നമ്മൾ ഓൺലൈനായിട്ട് മേടിച്ചാൽ കേട്ടോ, മീഷോന്ന്. വേണമെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് വേണം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ഇമൂസിന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് കൂടി ഇട്ടിട്ട് അവൾക്ക് ഇടാമെന്നോ കരുതി. അപ്പോൾ അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒത്തിരി കളറൊക്കെ ഉണ്ടെന്ന് അർത്താണ് ഇരുന്നത്, പക്ഷെ വലിയ കളറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ മുല്ലപ്പൂ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ഹെയർ സ്റ്റൈലാണ് കേട്ടോ കാണിക്കുന്നത്. ഒന്ന് മുല്ലപ്പൂ താഴെ കൂടി വയ്ക്കുന്നതും, ഒന്ന് നമ്മളിപ്പോൾ ബ്രൈഡിനൊക്കെ വയ്ക്കുന്ന രീതിയിൽ ഫ്രണ്ടിൽ നമ്മുടെ ബാക്ക് പോർഷൻ്റെ കുറച്ച് പഫി ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ വയ്ക്കുന്നത്. ഞാൻ എടുത്തു പറയുന്നുണ്ട്, സിമ്പിളായിട്ടുള്ളൊരു ഔട്ട്ലുക്കാണ് ഞാൻ കൊണ്ടുവന്നിരിക്കണമെന്ന്. ഈ ഒരു ലുക്കാണ് ആദ്യം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അതിന് 2 സൈഡിൽ നിന്നും ചെറിയ രീതിയിൽ നമ്മുടെ കമ്പസ് വേവ് എടുത്ത് കുത്തുന്നുണ്ട്. ഇതാണ് ഒരു ലുക്ക്. പിന്നെ നമ്മൾ മസ്കാര ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഫൈനൽ ടച്ച് കഴിഞ്ഞിട്ട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അടുത്ത ലുക്ക് കൂടി കാണിച്ചു തരാം. ഇനി അടുത്തതായിട്ട് ഞാൻ വേറെ മുല്ലപ്പൂ വയ്ക്കുന്ന ഒരു രീതി കൂടി കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ കുപ്പിവള എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു വലിയൊരു വള കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ വേറൊരു ലുക്ക് കൂടി കാണിച്ചു തരാം. ഞാൻ എൻ്റെ വേറൊരു വീഡിയോ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഓണത്തിന്. അതിനകത്ത് കുറേ ഹെയർ സ്റ്റൈൽ ഞാൻ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ നിങ്ങൾ. അപ്പോൾ ഒന്ന് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. നമ്മൾ ബ്രൈഡിനൊക്കെ വെക്കുന്ന പോലെ തന്നെ നമ്മൾ കുറച്ചിങ്ങനെ പഫി ആയിട്ട് നിൽക്കുന്ന രീതിയിൽ. അതിനൊരു 3 മുഖത്തിൻ്റെയൊക്കെ ആവശ്യം വരുന്നുള്ളൂ കേട്ടോ. നന്നായിട്ട് സ്ലൈഡ് ചെയ്ത് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അത് പോരും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഈ ഒരു ലുക്ക്. നിങ്ങൾക്ക് ഏത് ലുക്കാണ് ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ നമുക്ക് കാണാവേ. ഇതിൻ്റെ വീഡിയോയുടെ താഴെ ഞാൻ കുറേ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ ടാറ്റാ ബൈ ബൈ, സീ യു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.